ബാക്ക് ടു Xylem Learning. മക്കളെ, ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിക് ആൻഡ് ഹീറ്റിംഗ് എഫക്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും, ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട 4 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് MCQ ആണ് തന്നിട്ടുള്ളത് അല്ലെ, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് വാസ് ഡിസ്കവേർഡ് ബൈ. നമുക്കറിയാം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഇലക്ട്രിസിറ്റിന്റെ 2 പ്രോപ്പർട്ടീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെ. ഒന്നെന്ന് പറയുന്നത്, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. അതാണ് ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത്, ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അത് ചൂടാകുന്നു. ആൻഡ് ദാറ്റ് പ്രോപ്പർട്ടി ആണ് എന്ത്, ഹീറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചോദ്യം ഒന്നും കൂടെ നമുക്ക് വായിച്ചു നോക്കാം. ദ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് വാസ് ഡിസ്കവേർഡ് ബൈ. ആരാണ് കണ്ടുപിടിച്ചത് മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട് എന്നുള്ളത്? ഡിസ്കവേർഡ് ബൈ ഈസ്റ്റഡ് ആണ്. ക്രിസ്ത്യൻ ഈസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് അത് കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് ചോദ്യം എടുക്കാം. an electric bell works on the principle of, മറന്നു പോകരുത്, മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റിന്റെ ബേസിലാണ് നമ്മുടെ ഇലക്ട്രിക് ബെല്ലിന്റെ പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം, when electric current passes through a wire it produces. നമ്മൾ പറഞ്ഞു ഇലക്ട്രിസിറ്റി ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന, അതുപോലെ തന്നെ അത് ചൂടാവുകയും ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഹിയർ വി ഹാവ് ബോത്ത് ഹീറ്റ് ആൻഡ് മാഗ്നറ്റിസം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ട് അല്ലെ. എന്തിന്റെ ചിത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഡ്രൈ സെല്ലിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ AB എന്ന് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇത് കാർബൺ റോഡാണ് അല്ലെ. A എന്ന് പറയുന്നത് കാർബൺ റോഡാണ്. B എന്ന് പറയുന്നത് ഒരു ജെൽ ടൈപ്പ് ഇലക്ട്രോലൈറ്റ് അവിടെ ഉണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതെന്താണ്? ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പൊ അത് മറന്നു പോകരുത്, ഇലക്ട്രോലൈറ്റ് ആണ്. സിങ്ക് കണ്ടെയ്നർ ആണ് അല്ലെ തന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് എ മെറ്റൽ ക്യാപ്പ്. മെറ്റൽ ക്യാപ്പ് ആണ് അവിടെ പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുക. ഈ സിങ്ക് കണ്ടെയ്നർ നെഗറ്റീവ് ആണ് കൊടുക്കുക അല്ലെ. നമുക്കറിയാം ഒരു സെല്ലിന് പോസിറ്റീവ് വേണം, നെഗറ്റീവ് വേണം. അപ്പൊ ഈ സെല്ലിന്റെ ഈ പിക്ചർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഒരു കോമ്പസ് കാണാം, നമുക്ക് ദാ ഒരു വയർ കാണാം, ഒരു സ്വിച്ചിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്, ആ സെല്ലൊക്കെ ഉണ്ട് അല്ലെ. ക്വസ്റ്റ്യൻ ഇതാണ്, ഹിയർ ദ കോമ്പസ് ഡസ് നോട്ട് ഷോ എനി ഡിഫ്ലക്ഷൻ ആൻഡ് വാട്ട് ഇസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്. ഇവിടെ എന്താ നോക്കടാ, ഇവിടെ സ്വിച്ച് എന്താ കണ്ടീഷൻ, അതാണ് നിങ്ങൾ നോക്കേണ്ടത്. സ്വിച്ച് എന്താ കണ്ടീഷൻ? സ്വിച്ച് ഓഫ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ. സ്വിച്ച് ഓൺ ആണോ? അല്ല, സ്വിച്ച് നോട്ട് കണക്റ്റഡ് ആണ്. സ്വിച്ച് എന്താണ്? ഓഫ് ആണ്. ഓഫ് ആണ്, സ്വിച്ച് ഓഫ് ആണ് അല്ലേ. ഓഫ് ആണ് സ്വിച്ച്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഇതിലൂടെ പോവോ? ഇല്ല. സ്വിച്ച് ഓഫ് ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലെ. ഇലക്ട്രിസിറ്റി പോവോ? ഇല്ല. ഇലക്ട്രിസിറ്റി അവിടെ സ്റ്റക്കായി നിൽക്കും. നമ്മുടെ സർക്യൂട്ടിലെ ഇലക്ട്രിസിറ്റിന്റെ ഒരു ഫ്ലോ നടക്കില്ല. ഫ്ലോ നടക്കുന്നില്ലെങ്കിൽ അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് ചുറ്റും എന്തില്ല? മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലെങ്കിൽ ദർ ഇസ് നോ ഡിഫ്ലക്ഷൻ ഇൻ ദ മാഗ്നറ്റിക് കോമ്പസ്. സോ അത് നിങ്ങൾ എഴുതണം, ബിക്കോസ് ഹിയർ നോ ഡിഫ്ലക്ഷൻ അല്ലെ, ബിക്കോസ് ദ സ്വിച്ച് ഇസ് ഓഫ്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആൻസർ ദ ക്വസ്റ്റ്യൻ വിച്ച് ക്യാരീസ് 4 മാർക്ക്. നമുക്ക് 4 ചോദ്യങ്ങളുണ്ട് അല്ലെ. ഒരു കേസ് സ്റ്റഡി പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ ആദ്യം ഇത് വായിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങളിത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ എഫക്ട് ഓഫ് കറന്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രിക് അയൺ. നമ്മുടെ അയൺ ബോക്സിലുള്ള എഫക്റ്റ് ഓഫ് കറണ്ട് ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം അയൺ ബോക്സ് നമ്മൾ എന്താ അല്ലെ, ചൂടാക്കണം അല്ലെ. അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുക്കും, അയൺ ബോക്സ് കിടന്നിട്ട് അങ്ങോട്ട് ചൂടാവും. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ആണ്. നെക്സ്റ്റ് ചോദ്യം, നെയിം ദ എഫക്ട് ഓഫ് കറന്റ് യൂസ് ഇൻ ദ ഇലക്ട്രിക് ബെൽ. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നേരത്തെ അല്ലെ. ഇലക്ട്രിക് ബെല്ലിലുള്ളത് മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറന്റ് ആണ്. ആ പ്രോപ്പർട്ടി ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, വിച്ച് മെറ്റീരിയൽ ഇസ് ജനറലി യൂസ് ആസ് ഹീറ്റിംഗ് എലമെന്റ്. വാട്ട് ഇസ് ഹീറ്റിംഗ് എലമെന്റ്? നമുക്കറിയാം അയൺ ബോക്സിൽ ഒരു മെറ്റീരിയൽ കിടന്നിട്ടാണ് ഭയങ്കരമായിട്ട് ചൂടാവുന്നത് അല്ലേ. ചില മെറ്റീരിയൽസിന് നന്നായിട്ട് ചൂടിനെ സഹിച്ച് വീണ്ടും വീണ്ടും ചൂട് ഏറ്റുവാകാനുള്ള ഒരു കഴിവുണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ ഒരു ഡിവൈസിൽ ആ ഒരു മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഹീറ്റിംഗ് എലമെന്റ്. ചൂടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് അല്ലെ. അവരെയാണ് നമ്മൾ ഹീറ്റിംഗ് എലമെന്റ് എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ നിക്രോമിനാണ് അല്ലെ, നിക്രോമിനെയാണ്
ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ഉപയോഗിക്കാറ്. കാരണം നിക്രോമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായി നന്നായിട്ട് ചൂടിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യമാണ്, വൈ കോപ്പർ വൈർ ഇസ് നോട്ട് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഹീറ്റിംഗ് എലമെന്റ്? നിക്രോമിന് പകരം എന്തുകൊണ്ട് നിങ്ങൾ കോപ്പർ വയർ ഉപയോഗിക്കുന്നില്ല? എടാ, രണ്ടിനും രണ്ട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. കോപ്പർ ഇസ് എ ഗുഡ് കണ്ടക്ടർ, പക്ഷേ നിക്രോമിന്റെ അത്ര റെസിസ്റ്റൻസ് ആർക്കില്ല, ഇത്രയും നല്ല കണ്ടക്ടർ ആയിട്ടുള്ള കോപ്പറിനില്ല. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ആരിനെ യൂസ് ചെയ്യുക? ഹീറ്റിംഗ് എലമെന്റ് ആയിട്ട് ചൂട് താങ്ങാനുള്ള ഒരാളായിട്ട് ആരിനെ ഉപയോഗിക്കുക? നിക്രോമിനാണ്. ബിക്കോസ് ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റൻസ്. കോപ്പർ വയറിന് റെസിസ്റ്റൻസ് കുറവാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എഴുതി കൊടുക്കുക. അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ഇസ് ഫോർ യു. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ ആൻസർ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അത് മാത്രമല്ല, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഇനി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കമന്റിൽ അറിയിച്ചാൽ മതി. നമ്മളതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് 4 സർക്യൂട്ട് ഉണ്ട് ഇവിടെ. എന്തൊക്കെ ഉണ്ടല്ലേ ഇവിടെ. കോയിൽസ് ഒക്കെ നമുക്ക് കാണാം അല്ലെ. ഒന്ന് അയൺ ആണ്, നെക്സ്റ്റ് ഇവിടെ കോപ്പർ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, നിക്രോം ഉണ്ട്. ഇതിലൂടെയൊക്കെ എന്തുണ്ട് അല്ലെ, സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ കറണ്ട് അങ്ങോട്ട് പോയി തുടങ്ങും അല്ലെ, ഇലക്ട്രിസിറ്റി ഉണ്ടാകും. സോ ചോദ്യം ഇതാണ്, വെൻ കറണ്ട് ഇസ് പാസ്ഡ് ത്രൂ ദ കോയിൽസ്, കോമ്പസ് നീഡിൽ പ്ലേസ്ഡ് നിയർ ദ കോയിൽ വിൽ ഷോ ഡിഫ്ലക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ സർക്യൂട്ടിന്റെ അടുത്ത് മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുപോയി വെക്കണം. മാഗ്നറ്റിക് കോമ്പസ് എന്താണെന്ന് അറിയാലോ? മാഗ്നറ്റിസം ഉണ്ടെങ്കിൽ അതിൽ ഡിഫ്ലക്ഷൻ കാണിക്കും അല്ലെ. അപ്പൊ ചോദ്യം ഇതാണ്, ഇതിലേതിലാണ്? എല്ലാത്തിലും നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് കൊണ്ടുവച്ചു, ഇതിലേതിലേക്കാണ് ഡിഫ്ലക്ഷൻ കാണിക്കുക? ബുദ്ധി ആലോചിച്ച് നോക്കുക. സിമ്പിൾ ആയിട്ട് കിട്ടും നിങ്ങൾക്ക്. അയൺ, കോപ്പർ, അലൂമിനിയം, നിക്രോം ഇതെല്ലാം എന്താണ്? കണ്ടക്ടേഴ്സ് ആണ്. ഇതിനൊക്കെ ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള കഴിവുണ്ട്. അപ്പൊ ആലോചിച്ചിട്ട് ആൻസർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. ദിസ് ആർ ദ ഓപ്ഷൻസ് കേട്ടോ. അപ്പൊ താങ്ക് യു.